ഗവർണർ ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം മാറ്റം വരുത്തിയതിനെതിരെ മുഖ്യമന്ത്രി. ഗവർണർ ചില മാറ്റം വരുത്തി. മന്ത്രിസഭ അംഗീകരിച്ചതിലെ വാചകങ്ങൾ ഗവർണർ മാറ്റി. ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ മാറ്റം വരുത്തി. കേന്ദ്ര വിമർശനം ഉൾപ്പെട്ട വാചകങ്ങളാണ് ഗവർണർ മാറ്റം വരുത്തിയത്. ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത്, കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഒഴിവാക്കിക്കൊണ്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപനം വായന നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിസഭ അംഗീകരിച്ച് സർക്കാർ അച്ചടിച്ചു നൽകിയ പ്രഖ്യാപനം അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി സ്പീക്കറോട് ആവശ്യപ്പെടുന്നു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം ആണ് നിലനിൽക്കുക എന്നത് സ്പീക്കർ പ്രഖ്യാപിച്ചു. മുൻകാല കീഴടക്കങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള റൂളിംഗ് ഉണ്ടാവുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന്, അതായത് രാവിലെ നമ്മൾ വായിച്ചത്, നമ്മൾ അറിഞ്ഞത് കേന്ദ്ര വിമർശനം ഉൾപ്പെടെയുള്ള നയപ്രഖ്യാപനം ഗവർണർ ആവർത്തിച്ചു. കേന്ദ്രത്തിനെതിരെ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം ഗവർണർ മാറ്റി വായിച്ചിരിക്കുന്നു. ഖണ്ഡിക 12, 15, 16 എന്നിവയിലാണ് മാറ്റം വരുത്തിയത് എന്നത് മന്ത്രിസഭ തിരിച്ചറിയുന്നു, നിയമസഭ തിരിച്ചറിയുന്നു. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടാവുകയാണ്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിൽ മാറ്റം വരുത്തിയതിനെതിരെ മുഖ്യമന്ത്രിയുടെ പ്രതിഷേധമുണ്ടാകുന്നു. ഗവർണർ ചില മാറ്റങ്ങൾ വരുത്തി. മന്ത്രിസഭ അംഗീകരിച്ച വാചകങ്ങൾ ഗവർണർ മാറ്റി. 12, 15, 16 ഖണ്ഡിക മാറ്റം വരുത്തിയാണ് ഗവർണർ നയപ്രഖ്യാപനം വായിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കേന്ദ്ര വിമർശനം ഉൾപ്പെട്ട ഭാഗങ്ങളിൽ തന്നെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം മാറ്റി വായിക്കാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രി സ്പീക്കർക്ക് മുന്നിൽ വിഷയമായി അവതരിപ്പിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ്, മറ്റെന്ത് വായിച്ചാലും അതിനുപരിയായി നിലനിൽക്കുക എന്നത് സ്പീക്കർ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻകാല കീഴ്വഴക്കങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സ്പീക്കറുടെ റൂളിംഗ്. നിയമസഭയിൽ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാവുകയാണ്. കേന്ദ്ര വിമർശനം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ആവർത്തിച്ചു, ഗവർണർ വായിച്ചു, മുഴുവനായും വായിച്ചു എന്നുള്ളതാണ് ഇത്രയും നേരം പുറത്തു വന്നിരുന്ന വാർത്തയെങ്കിൽ അങ്ങനെയല്ല ഉണ്ടായത് എന്നത് സംബന്ധിച്ച വാർത്തകൾ കൂടി വരികയാണ്. അതായത് ഗവർണർ നയപ്രഖ്യാപനത്തിൽ, മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളത്. നോക്കൂ, ഇത് എത്രാമത്തെ തവണയാണ്. കഴിഞ്ഞ തവണ മുതൽ ഗവർണർമാരുമായി നയപ്രഖ്യാപനത്തിന്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ രാജേന്ദ്ര അർലേക്കറിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. പ്രശാന്ത്, എന്താണ് സംഭവിക്കുന്നത്? നയപ്രഖ്യാപനത്തിൽ മാറ്റം വന്നിരിക്കുന്നു, അതിനെതിരെ സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായിരിക്കുന്നു. 1 മണിക്കൂറും 52 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിനെതിരായ സംസ്ഥാന സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ച് സമർപ്പിച്ച നയപ്രഖ്യാപനത്തിലെ ഭാഗങ്ങളെല്ലാം വായിച്ചു. പക്ഷേ അതിൽ ഗവർണർ ചില ഭാഗങ്ങൾ 12ാമത്തെ ഖണ്ഡികയിലും 14, 15 ഖണ്ഡികയിലും ചില ഭേദഗതികൾ വരുത്തി, മാറ്റങ്ങൾ വരുത്തി. ഇതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ഇതിലുള്ള സർക്കാരിൻ്റെ വിമർശനം 12, 15, 16 ഖണ്ഡികകളിൽ ഗവർണർ മാറ്റം വരുത്തിയതിലുള്ള വിമർശനം മുഖ്യമന്ത്രി സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം ഗവർണർക്ക് യാത്രയയപ്പ് നൽകി. ഗവർണർ സഭയിൽ നിന്ന് പോയ ശേഷം മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് ഗവർണറെ യാത്ര അയച്ചത്. അതിനുശേഷം സഭയിലേക്ക് തിരിച്ചെത്തിയ സ്പീക്കറും മുഖ്യമന്ത്രിയും സഭ വീണ്ടും ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. അതായത് സ്പീക്കർക്ക് മുൻപാകെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയം ഉന്നയിച്ചു. അതായത് 14ാമത്തെ ഖണ്ഡികയിൽ 12ാമത്തെ ഖണ്ഡികയിൽ, നയപ്രഖ്യാപനത്തിൻ്റെ 12ാമത്തെ ഖണ്ഡികയിൽ ഇത്തരം സാമൂഹികവും സ്ഥാപനപരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും സംസ്ഥാന ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഗവൺമെന്റിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളെ കുറിച്ച് പറയുന്ന ഗവർണർ ചില മാറ്റങ്ങൾ വരുത്തി. അത് മാത്രമല്ല, അതിൽ സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ച് അച്ചടിച്ച് നൽകിയ അതേ ഭാഗം വായിച്ചില്ല. 15ാമത്തെയും 16ാമത്തെയും ഖണ്ഡികയിൽ 15ാമത്തെ ഖണ്ഡിക എന്നത് സാമ്പത്തിക ഞെരുക്കം സംബന്ധിച്ച വിഷയം പരാമർശിക്കുന്നതാണ്. 16ാമത്തെ ഖണ്ഡിക എന്നത് ജനസംഖ്യാ നിയന്ത്രണവുമായി ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഈ നികുതിയുമായി ബന്ധപ്പെട്ട, അതായത് നികുതി വിഹിതം ധനകാര്യ കമ്മീഷൻ ഈ പല കാലയളവിൽ കുറച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയങ്ങളിൽ ചില ഒഴിവാക്കൽ നടത്തി. ഇതാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഗവർണർ ചെയ്തിരിക്കുന്നത് ശരിയായ നടപടിയല്ല. മന്ത്രിസഭ അംഗീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതേപടി തന്നെ ഗവർണർ നയപ്രഖ്യാപനം വായിക്കണം. അതാണ് രീതി. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ അംഗീകരിച്ച്
അച്ചടിച്ച് നൽകിയ നയപ്രഖ്യാപനം ആണ് നിലനിൽക്കുന്നതെന്ന് അംഗീകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി സ്പീക്കറോട് ആവശ്യപ്പെട്ടത്. സ്പീക്കർ മുഖ്യമന്ത്രിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മുൻകാല കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ ഏത് നയപ്രഖ്യാപന പ്രസംഗമാണ് അംഗീകരിക്കുന്നത് അതാണ് നിലനിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത ഭാഗങ്ങളും നിലനിൽക്കില്ല എന്ന് റൂളിംഗ് നൽകുകയും ചെയ്തു. അതായത് മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് നൽകി അവിടെ അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്ത നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത് എന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. അതായത് ഗവർണറുടെ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും നിലനിൽക്കില്ല എന്നാണ് നിയമസഭയിൽ സ്പീക്കർ നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.